എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 ഒക്ടോബർ 28, 29 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ ഇനി വരികയാണ്. അതായത് ഈ മാസം അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടുള്ള ബുക്ക് സ്റ്റോറുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റായുള്ള channelkela.com ഇവയിലൊക്കെ തന്നെ ഈ റാങ്ക് ഫെയിൽ ലഭ്യമാണ്. ഇനി ഏറ്റവും പുതിയ SCRT ഫാക്ടറുകളും മുൻവർഷ ചോദ്യങ്ങളും ഒക്കെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിച്ച് എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശനം നേടുക. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് SCRT ബുക്കുകൾ പബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ PSC പരീക്ഷകളിൽ ഒരുപാട് ചോദ്യങ്ങൾ SCRT മേഖലയിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ടാലന്റിന്റെ അറിവിടം എന്ന പേരിൽ ടാലന്റ് SS വേണ്ടിയിട്ടും അതുപോലെ തന്നെ സയൻസിന് വേണ്ടിയിട്ടും, സയൻസിനും SS വേണ്ടിയിട്ട് 2 ബുക്കുകളാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ രണ്ടും പാർട്ട് 1, പാർട്ട് 2 എന്ന ഫോർമാറ്റിലാണ്. അപ്പോൾ SS പാർട്ട് 1 5, 7, 9 ക്ലാസ്സിലെ വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാർട്ട് 2 എന്ന് പറയുമ്പോൾ 6, 8, 10 ക്ലാസ്സിലെ വിവരങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ചാപ്റ്റർ വൈസ് ആണ് കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ടീച്ചർ ടെക്സ്റ്റിലെ ഫാക്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലേണിംഗ് പ്രൂഫ് ഫാക്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സമഗ്രമായ രീതിയിൽ തയ്യാറാക്കിയ ഒരു ബുക്കാണിത്. സോ ഇത് പ്രീ ഓർഡർ ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ടാവും, അത് ഫില്ല് ചെയ്താലും മതി. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു വർഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് വയലാർ വർഷത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ നമുക്കറിയാം 2025 എന്ത് ചെയ്യുന്നത്, വയലാറിന്റെ 50ാം ചരമവാർഷികം ആചരിക്കുന്നത്. സോ അതിനോടനുബന്ധിച്ചാണ് ഈ ഒരു വയലാർ വർഷത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ 2025 ഒക്ടോബർ 27 എന്ത് ചെയ്യുന്നു, വയലാറിന്റെ 50ാം ചരമദിനമാണ്. സോ അതിനോടനുബന്ധിച്ചാണ് ഈ ഒരു വർഷത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ്. അതായത് 2026 ഒക്ടോബർ 27 വരെയാവും എന്ത് ചെയ്യുക, ഈ ഒരു വയലാർ വർഷം നീണ്ടു നിൽക്കുക. അപ്പോൾ 2025 ഒക്ടോബർ 27 മുതൽ 2026 ഒക്ടോബർ 27 വരെയാണ് വയലാർ വർഷം നീണ്ടു നിൽക്കുക. ഇനി വയലാറിന്റെ ചരമദിനം എന്ന് പറയുമ്പോൾ ഒക്ടോബർ 27 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, വയലാർ അവാർഡ് നൽകുന്നത് എന്നാണ്, ഈ പറയുന്ന ഒക്ടോബർ 27 അപ്പോൾ അങ്ങനെയാണെങ്കിൽ റീസെന്റ് ആയിട്ട് 2025 അല്ലെങ്കിൽ 49ാമത് വയലാർ അവാർഡ് കിട്ടിയത് ആർക്കാണ്? അത് സന്തോഷ് കുമാറിനാണ് അല്ലെ. സന്തോഷ് കുമാർ ഓൾറെഡി തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലേ. സന്തോഷ് കുമാറിനാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തപോമയ്യുടെ അച്ഛൻ എന്ന് പറയുന്ന രചനയ്ക്കാണ് പുരസ്കാരം. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തത് മെഡിസെപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഡിസെപ്പിന്റെ കവറേജ് ഇപ്പൊ എത്രയായിട്ട് ഉയർത്തിയിട്ടുണ്ട്, 5 ലക്ഷമാക്കി ഉയർത്തി അല്ലെ. മെഡിസെപ്പിന്റെ കവറേജ് 5 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുകയാണ്. സോ മെഡിസെപ്പിന്റെ 2ാം ഘട്ടത്തിന്റെ പ്രീമിയം എത്രയാണ്? അപ്പൊ എന്താണ് മെഡിസെപ്പിന്റെ 2ാം ഘട്ടത്തിന്റെ പ്രീമിയം എത്രയാണ്? അത് 810. എത്രയാണ്? 810 രൂപയായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ മെഡിസെപ്പിന്റെ ഏറ്റവും പുതിയ പ്രീമിയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 810. ഏറ്റവും പുതിയ കവറേജ് അല്ലെങ്കിൽ എന്താണ് മെഡിസെപ്പിന്റെ ഇൻഷുറൻസ് പരിധി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. അപ്പൊ ഇതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഇനി ഗവൺമെന്റ് ജോലി കയറാൻ പോകുന്ന ആൾക്കാരല്ലേ, അപ്പൊ അതുകൊണ്ട് കൃത്യമായി അറിഞ്ഞു വെച്ചിരിക്കുക. ഇനി അടുത്തത് ഒരു പുസ്തകത്തെ പറ്റിയാണ്. അതായത് MTNP ഇരുകരകൾക്ക് ഒരു ആകാശം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? അപ്പൊ എന്താണ് MTNP ഇരുകരകൾക്ക് ഒരു ആകാശം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് NP ഹാഫിസ് മുഹമ്മദ്. ആരാണ്? NP ഹാഫിസ് മുഹമ്മദ് ആണ് ഈ പറയുന്ന MTNP ഇരുകരകൾക്ക് ഒരു ആകാശം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. അതായത് ഈ പറയുന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നത് ഉറ്റ സുഹൃത്തുക്കളായ MD വാസുദേവൻ നായരുടെയും അതുപോലെ തന്നെ NP മുഹമ്മദിന്റെയും കാര്യങ്ങളാണ്. അപ്പൊ അതിൽ NP മുഹമ്മദിന്റെ മകനാണ് ഈ പറയുന്ന NP ഹാഫിസ് മുഹമ്മദ് എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്കറിയാം 2025 എന്ത് ചെയ്യുകയാണ്, സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികം എന്ത് ചെയ്യുന്നു, ആചരിക്കുകയാണ്. അപ്പോൾ 150ാം ജന്മവാർഷികം 2025 ആചരിക്കുകയാണ്. സോ അതിനോടനുബന്ധിച്ച് ഒരു സിനിമ എന്ത് ചെയ്യുന്നു, പുറത്തിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രം ഏതാണ്? അത് മാൻ ഓഫ് സ്റ്റീൽ സർദാർ. എന്താണ്? മാൻ ഓഫ് സ്റ്റീൽ സർദാർ എന്ന് പറയുന്ന ചിത്രം എന്ത് ചെയ്യാണ്, പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിനിമ പുറത്തിറങ്ങുന്നത്. അതൊന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഈ പറയുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, സർദാർ വല്ലഭായ് പട്ടേൽ. സോ അതുകൂടെ ഒന്ന് ഓർക്കുക. ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ്, സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി
ഭാഗമായിട്ട് കേന്ദ്രം ആരംഭിച്ച ടാക്സി സർവീസ് ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്രം ആരംഭിച്ച ടാക്സി സർവീസ് ഏതാണ്? ഭാരത് ടാക്സി. ഏതാണ്? ഭാരത് ടാക്സി എന്നാണ് ഇതിന്റെ പേര്. സോ അത് കാര്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ആക്ച്വലി കുറച്ച് നാളുകൊണ്ടേ ഉള്ളൊരു കാര്യമാണ്, പക്ഷേ ഇതിനെപ്പറ്റി നമ്മളിപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ റേഡിയോ പ്രോഗ്രാമാണ് മൻ കി ബാത്ത്. എല്ലാവർക്കും അറിയാം അല്ലെ? സോ ആ പ്രോഗ്രാമിൽ എന്ത് ചെയ്യുന്നു? ഈ ഒരു കാര്യത്തെ പറ്റി ഒരു പരാമർശം ഉണ്ടായി. അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറയുന്നതല്ലാതെ എന്താണ് കാര്യം എന്ന് പറഞ്ഞില്ലല്ലോ. അതായത് ഗാർബേജ് കഫേ. ഇതാണ് ഗാർബേജ് കഫേ. അപ്പൊ 2025 ഒക്ടോബറിലെ മൻ കി ബാത്ത് റേഡിയോ പ്രോഗ്രാമിൽ നരേന്ദ്രമോദി പരാമർശിച്ചതാണ് എന്തെന്ന് പറയുന്നത്? ഗാർബേജ് കഫേ എന്ന് പറയുന്നത്. സോ ഇനി എന്താണ് പോയിന്റ് നമുക്ക് നോക്കാം. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കി വെക്കാം. അതായത് പ്ലാസ്റ്റിക് മാലിന്യത്തിന് പകരം ഭക്ഷണം നൽകുന്ന ഗാർബേജ് കഫേ പദ്ധതി. അപ്പൊ എന്താണ്? പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടും. അതായത് ആ വേസ്റ്റ് പ്ലാസ്റ്റിക് വാങ്ങിച്ചതിന് ശേഷം നല്ല ഭക്ഷണം തരും. സോ അങ്ങനെയുള്ള ഗാർബേജ് കഫേ പദ്ധതി ആരംഭിച്ചത് ഏത് നഗരത്തിൽ എന്നാണ്? അത് അംബികാപൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇതാണ് അംബികാപൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എവിടെയാണ് ഈ പറയുന്ന അംബികാപൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഛത്തീസ്ഗഡിലാണ്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. സോ ഇവിടെ നമ്മളിപ്പോൾ പറയാനുള്ള കാര്യം എന്താണ്? ഇതിനെ പറ്റിയിട്ട് മൻ കി ബാത്തിൽ പരാമർശിച്ചു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത പറഞ്ഞത്. ഇനി അടുത്തത് ഒരു പാലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ബജ്രംഗ് സേതു നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ ബജ്രംഗ് സേതു എന്ന് പറയുന്ന പാലം ഏത് സംസ്ഥാനത്താണ് നിലവിൽ വരുന്നത്? അത് ഉത്തരാഖണ്ഡിലാണെന്നുള്ള കാര്യം ഓർക്കുക. അതായത് ഉത്തരാഖണ്ഡിലെ ഋഷികേശിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ നിലവിൽ വരുന്ന പാലമാണ് ഏതെന്ന് പറയുന്നത്? ബജ്രംഗ് സേതു എന്ന് പറയുന്നത്. ഈ വർഷം അവസാനം അതിന്റെ ഉദ്ഘാടനം ഉണ്ടാവും. അപ്പൊ ഇത് ഗംഗാ നദിക്ക് കുറുകെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പണിതിരിക്കുന്നത്. ഗംഗാ നദിക്ക് കുറുകെയുള്ള പാലമാണ് ബജ്രംഗ് സേതു എന്ന് പറയുന്ന പാലം. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ഒരു സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഒരു വേദിയുടെ കാര്യമാണ്. അതായത് ഇന്റർനാഷണൽ പെപ്പർ കമ്മ്യൂണിറ്റിയുടെ 53ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? അപ്പൊ ഇതാണ് ഇന്റർനാഷണൽ പെപ്പർ കമ്മ്യൂണിറ്റിയുടെ എത്രാമത്തെ? 53ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? അത് കൊച്ചിയാണ്. എവിടെയാണ്? കൊച്ചിയാണ് വേദിയാവുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ കൊച്ചിയിൽ വെച്ചാണ് ഇന്റർനാഷണൽ പെപ്പർ കമ്മ്യൂണിറ്റിയുടെ എത്രാമത്തെ? 53ാമത് വാർഷിക സമ്മേളനം നടക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഫിഫ പുതിയ ആസിയാൻ കപ്പ് പ്രഖ്യാപിച്ചു. ആസിയാൻ കപ്പ് എന്നാണ്, ഏഷ്യൻ കപ്പ് അല്ല. അപ്പോൾ ഫിഫ എന്ത് ചെയ്തിരിക്കുകയാണ്? പുതിയ ആസിയാൻ കപ്പ്. അപ്പൊ എന്താണ് ഈ ആസിയാൻ കപ്പ്? ഇതൊരു ഫുട്ബോൾ ടൂർണമെന്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. അപ്പോൾ ഫിഫ എന്ത് ചെയ്തിരിക്കുകയാണ്? ആസിയാൻ കപ്പ് എന്ന് പറയുന്ന ഫുട്ബോൾ ടൂർണമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം അല്ലെ, 2025 ആസിയാൻ ഉച്ചകോടി ഓൾറെഡി പറഞ്ഞതല്ലേ. എവിടെ വെച്ചാണ് നടക്കുന്നത്? മലേഷ്യയിൽ അല്ലെ. അപ്പോൾ മലേഷ്യയിൽ വെച്ചാണ് 2025 ആസിയാൻ ഉച്ചകോടി നടക്കുന്നത്. സോ അതിനോടനുബന്ധിച്ച് എന്ത് ചെയ്തിരിക്കുകയാണ്? ഫിഫയും ആസിയാനും ചേർന്നിട്ട് ആസിയാൻ കപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. സോ ആസിയാൻ കപ്പ് ഏത് ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്താണ് ലക്ഷ്യം നമുക്കറിയാം. കാരണം ആസിയാൻ എന്ന് പറയുന്നത് തന്നെ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് എന്താണ് ഏഷ്യൻ നേഷൻസ് എന്നാണ് എന്തെന്ന് പറയുന്നത്? ആസിയാന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ എന്താണ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങളുടെ എന്താണ് ഫുട്ബോളിൽ ഒരു പുരോഗതി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചർച്ച ചെയ്യാം. ഇപ്പൊ ഇത്രയും കാര്യം ഓർത്തു വയ്ക്കുക. ഫിഫ എന്ത് ചെയ്യുന്നു? ആസിയാൻ കപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആസിയാൻ കപ്പ് എന്ന് പറയുന്നത് ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ദെൻ 2025 ആസിയാൻ ഉച്ചകോടിയിലാണ് ഇത് പ്രഖ്യാപിച്ചത്. 2025 ആസിയാൻ ഉച്ചകോടി എവിടെ വെച്ചാണ്? മലേഷ്യയിൽ വെച്ചാണ്. ഇത്രയും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരിൽ 2ാം സ്ഥാനത്തുള്ളത് ആരാണ്? അപ്പോൾ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരിൽ 2ാം സ്ഥാനത്തുള്ളത് ആരാണ്? അത് വിരാട് കോഹ്ലിയാണ്, നമ്മുടെ ഇന്ത്യൻ താരം തന്നെയാണ്. ഇനി 1ാം സ്ഥാനത്ത് അറിയാലോ അല്ലെ, സച്ചിൻ ടെണ്ടുൽക്കർ. ആരാണ്? സച്ചിനാണ് 1ാം സ്ഥാനത്തുള്ളത്. ഇനി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് വിരാട് കോഹ്ലിയാണ് കേട്ടോ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി ഉള്ളത് ആർക്കാണ്? വിരാട് കോഹ്ലിക്കാണ്. അപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് 51 സെഞ്ചുറികളാണുള്ളത്. ഇത് വെച്ച് നമുക്ക് ഒരു കാര്യം കൂടി പറയാനായിട്ട് സാധിക്കും. അതായത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ്? വിരാട് കോഹ്ലിയാണ്. എന്നാൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പൊ ഇനി അങ്ങോട്ട് ഒരുപാട് എക്സാമുകളുടെ പെരുമഴയാണ്. പ്രത്യേകിച്ച് 10th ലെവൽ ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് എക്സാംസ് വരാറുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ വെബ്
നെറ്റ്കോ LDC ഒക്കെ വരാനുണ്ട്. ഇനി അത് മാത്രമാണോ, നമുക്ക് ഇപ്പോഴേ തന്നെ 2027 LDC ഒക്കെ ലക്ഷ്യം വെച്ച് പഠിക്കാനുള്ളതാണ്. സോ അതിനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കാം. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് ടാലന്റ് ഏറ്റവും പുതിയ LDC റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ SCRT പുസ്തകങ്ങളുടെ ഫാക്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സോ നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള channelkala.com ഈ റാങ്ക് ഫയൽ ലഭ്യമാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നോടി നോക്കാം. ആദ്യം പറഞ്ഞത് വയലാർ വർഷത്തിന് എന്ത് ചെയ്തു, തുടക്കം കുറിച്ചിരിക്കുകയാണ്. 2025 ഒക്ടോബർ 27 മുതൽ 2026 ഒക്ടോബർ 27 വരെയാണ് ഇതിന്റെ കാലയളവ് എന്ന് പറയുന്നത്. ദെൻ മെഡിസെപ്പ് രണ്ടാം ഘട്ടത്തിന്റെ പ്രീമിയം എത്രയായിട്ട് 810 രൂപയായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ 810 ആണ് എന്തെന്ന് പറയുന്നത് രണ്ടാം ഘട്ടത്തിന്റെ പ്രീമിയം എന്ന് പറയുന്നത്. അതിനുശേഷം പറഞ്ഞൊരു പുസ്തകമാണ്, അതായത് MT NP ഇരു കരകൾക്ക് ഒരു ആകാശം എന്ന് പറയുന്ന പുസ്തകം. അതായത് MT വാസുദേവൻ നായരെയും അതുപോലെ തന്നെ NP മുഹമ്മദിനെയും കുറിച്ച് NP മുഹമ്മദിന്റെ മകനായിട്ടുള്ള NP ഹാഫിസ് മുഹമ്മദ് എഴുതിയ പുസ്തകമാണ് ഈ MT NP ഇരുകരകൾക്ക് ഒരു ആകാശം. അതിനുശേഷം പറഞ്ഞത് ഒരു സിനിമയെ പറ്റിയാണ്, അതായത് സർദാർ വല്ലഭ്ഭായ് പട്ടേൽ അദ്ദേഹത്തിന്റെ 150ാം ജന്മവാർഷികം 2025 സോ അതിനോടനുബന്ധിച്ച് ഒരു സിനിമ പുറത്തിറങ്ങുകയാണ്. എന്താണ് സിനിമയുടെ പേരെന്ന് പറയുന്നത്? മാൻ ഓഫ് സ്റ്റീൽ സർദാർ. എന്താണ്? മാൻ ഓഫ് സ്റ്റീൽ സർദാർ എന്നാണ് ചിത്രത്തിന്റെ പേര്, അതുകൂടി നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് ഒരു ടാക്സി സർവീസിന്റെ കാര്യം, അതായത് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്രം ആരംഭിച്ച ടാക്സി സർവീസ് ഏതാണ്? ഭാരത് ടാക്സി. ഏതാണ്? ഭാരത് ടാക്സി. അതിനുശേഷം പറഞ്ഞത് ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു, അതായത് ഗാർബേജ് കഫേ എന്ന് പറയുന്ന പദ്ധതി. എന്താണ് ഈ പദ്ധതി എന്ന് പറയുന്നത്? പ്ലാസ്റ്റിക് മാലിന്യത്തിന് പകരമായിട്ട് ഭക്ഷണം നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത് ഗാർബേജ് കഫേ. സോ ഇത് ആരംഭിച്ചത് എവിടെയാണ്? അംബികാപൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലാണ്. ഇപ്പൊ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രോഗ്രാമിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ബജ്രംഗ് സേതു നിലവിൽ വരുന്ന സംസ്ഥാനം പറഞ്ഞു അല്ലെ, ഉത്തരാഖണ്ഡിലാണ് ബജ്രംഗ് സേതു നിലവിൽ വരുന്നത്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഇന്റർനാഷണൽ പെപ്പർ കമ്മ്യൂണിറ്റിയുടെ 53ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി പറഞ്ഞു. എവിടെയാണ്? കൊച്ചിയാണ്. അതിനുശേഷം ഫിഫ പുതിയ ആസിയാൻ കപ്പ്, അതായത് ആസിയാൻ കപ്പ് എന്ന് പറയുന്ന ഫുട്ബോൾ ടൂർണമെന്റ് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന എന്താണ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ഫുട്ബോളിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൂടി ഓർക്കുക. ഇനി അതിനുശേഷം നമ്മൾ വിരാട് കോഹ്ലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരിൽ 2ാം സ്ഥാനത്തുള്ളത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 2025 രാഷ്ട്രീയ വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നാണ്. അപ്പോൾ N ജയൻ, ജയന്ത് വിഷ്ണു നാർലിക്കർ, തളപ്പിൽ പ്രദീപ്, S സോമനാഥ്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം 2025 ഒക്ടോബറിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ സ്ഥാപിതമായത് ഏത് രാജ്യത്ത് നിന്നാണ്? റഷ്യ, നേപ്പാൾ, ഫ്രാൻസ്, ചൈന. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം 2025 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസിന് അർഹനായത് ആര് എന്നാണ്. അത് സുനിൽ അമൃതാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം UN ഭക്ഷ്യകാർഷിക സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം വന വിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരമാണ് 2025 പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരമാണ്. അത് എത്രയാണ്? ഇന്ത്യ 9ാമതാണ്. എന്നാൽ ഇതിനു മുൻപുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ 10ാമതായിരുന്നു. ഇനി എന്താണ് ടോട്ടൽ വനവർദ്ധനവിന്റെ കാര്യം എടുക്കുമ്പോൾ ഇന്ത്യ 3ാം സ്ഥാനത്താണ്. ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഒക്ടോബർ 28, 29 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.